ഞെട്ടിക്കുന്ന വിജയമെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഞെട്ടിപ്പിക്കുന്ന വിജയം വേറെ ഇല്ല എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം മിൽക്കിപൂർ തന്നെയാണ് ഏറ്റവും അധികം പ്രതിപക്ഷം ഞെട്ടിയ ഒരു സ്ഥലമെന്ന് പറയുന്നത്. കാരണം ഡൽഹി തെരഞ്ഞെടുപ്പ് BJP വമ്പൻ വിജയം നേടിയിരിക്കുന്നു. പക്ഷേ അതിലുമുപരി ഈ ഒരൊറ്റ സീറ്റിൽ BJP നേടിയ വിജയം അതിമധുരം നൽകുന്ന ഒരു കാര്യമാണ് BJP സംബന്ധിച്ച്. അതും വെറുമൊരു വിജയമല്ല ഇതെന്ന് പറയുന്നത്. കാരണം ഇത്ര വലിയൊരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ BJP മിൽക്കിപൂർ സ്വന്തമാക്കിയിരിക്കുന്നു. അതായത് SP-യുടെ സീറ്റ് അട്ടിമറിച്ചുകൊണ്ട് BJP റെക്കോർഡ് ഭൂരിപക്ഷം നേടി അവിടെ വിജയിച്ചിരിക്കുന്നു എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. BJP വെറുതെ ജയിക്കുകയല്ല അവിടെ ചെയ്തത്, റെക്കോർഡ് ഭൂരിപക്ഷം ഇട്ടിരിക്കുന്നു മിൽക്കിപൂരിൽ. വന്ന സർവേകളെല്ലാം തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നായിരുന്നു പറഞ്ഞിരുന്നത് മിൽക്കിപൂരിൽ. പക്ഷേ അതൊന്നുമല്ല, റെക്കോർഡ് ഭൂരിപക്ഷം നേടിയിരിക്കുന്നു BJP മിൽക്കിപൂരിൽ. യോഗിയുടെ തന്ത്രങ്ങളെല്ലാം തന്നെ അവിടെ നല്ല രീതിയിൽ ഏറ്റിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു അത്യുഗ്രൻ ജയം എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. മിൽക്കിപൂർ ഉപതെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിലെ മിൽക്കിപൂർ നിയോജക മണ്ഡലത്തിൽ ശനിയാഴ്ച നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി റെക്കോർഡ് വിജയമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. മിൽക്കിപൂർ നിയോജക മണ്ഡല അസംബ്ലിയിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെയാണ് ഇപ്പോൾ വിജയിച്ചുകൊണ്ട് BJP സ്ഥാനാർത്ഥി റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ഇതിനു മുന്നേ SP ആയിരുന്നു ആ സീറ്റിൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നത്. എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് വമ്പൻ റെക്കോർഡ് വിജയമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് BJP. അതായത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം അദ്ദേഹം സമാജ്വാദി പാർട്ടി നേതാവായിട്ടുള്ള അജിത് പ്രസാദിനെ തോൽപ്പിച്ചിരിക്കുന്നത് 61,710 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തി. അതായത് വലിയ ഒരു ഭൂരിപക്ഷമാണ് കിട്ടിയത്. 61,710 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഈ വിജയത്തോടെ 2012 മിൽക്കിപൂർ ഉപതെരഞ്ഞെടുപ്പിൽ 34,237 വോട്ടിൻ്റെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച സമാജ്വാദി പാർട്ടി നേതാവ് അവധേഷ് പ്രസാദിൻ്റെ റെക്കോർഡാണ് ഇപ്പോൾ അദ്ദേഹം തകർത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതായത് 61,710 വോട്ടുകളാണ് BJP സ്ഥാനാർത്ഥി നേടിയിരിക്കുന്നത്. അതായത് BJP സ്ഥാനാർത്ഥി നേടിയ ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് 1,46,397 വോട്ടുകളാണ് BJP സ്ഥാനാർത്ഥി നേടിയത്. തോറ്റുപോയ SP സ്ഥാനാർത്ഥി നേടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 84,687 വോട്ടുകളാണ് നേടിയത്. അപ്പോൾ 61,710 ഭൂരിപക്ഷത്തിലാണ് അവിടെ BJP സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. ഇത്ര വലിയ ഒരു വോട്ടിൻ്റെ ഡിഫറൻസാണ് അവിടെ BJPയും SP-യും തമ്മിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അതൊരു SP-യുടെ സീറ്റാണ് എന്നതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. BJP സീറ്റ് അല്ലായിരുന്നു, SP-യുടെ സീറ്റിലാണ് BJP ഇങ്ങനെ ഒരു വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ നന്ദി പ്രകടിപ്പിച്ച BJP സ്ഥാനാർത്ഥി സംസ്ഥാനത്തെ യോഗി ആദിത്യനാഥിന്റെ സർക്കാരിനും കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ സർക്കാരിനും നന്ദി പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്തെ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെയും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെയും ജനസൗഹൃദ നയങ്ങൾ കാരണം മിൽക്കിപൂരിലെ വോട്ടർമാർ എന്നിലും എൻ്റെ പാർട്ടിയിലും വിശ്വാസം അർപ്പിച്ചു എന്നും അതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇത് SP-യെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഒരുപോലെ കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മിൽക്കിപൂർ എന്ന് പറയുന്ന സ്ഥലം അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് വിജയിക്കുക എന്ന് പറയുന്നത് BJPയുടെ ഏറ്റവും വലിയ ഒരു കടമ്പയാണ്. ആ ഒരു കടമ്പയാണ് അവരിപ്പോൾ കടന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം ഡൽഹിയിൽ വിജയിച്ചിരിക്കുന്നു, അതോടൊപ്പം തന്നെ മിൽക്കിപൂരിൽ വിജയിക്കുന്നു. ഇരട്ടി മധുരമാണ് അവർക്ക് ഇന്നത്തെ ദിവസം കിട്ടിയിരിക്കുന്നത്. കാരണം മിൽക്കിപൂരും അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. അവിടെ വമ്പൻ ഭൂരിപക്ഷം 62,000 അടുപ്പിച്ച് വോട്ടുകൾക്ക് അവിടെ അവർ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് SP-യുടെ സീറ്റ് അട്ടിമറിച്ചുകൊണ്ട്, SP-യുടെ കോട്ട അട്ടിമറിച്ചുകൊണ്ട് അവിടെ വമ്പൻ മുന്നേറ്റം BJP നടത്തി എന്ന് പറയുന്നത് അത്യുഗ്രൻ വിജയമായി BJP അത് മാറ്റിയിരിക്കുന്നു. യോഗി വീണ്ടും അതിശക്തനായി UP-യിൽ മാറിയിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി എന്തുകൊണ്ടും വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് തെളിഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന 10 സ്ഥലങ്ങൾ, അതായത് UP-യിൽ 10ഓളം സീറ്റുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. അതായത് കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനോടൊപ്പം 9 സീറ്റുകളിൽ അവിടെ നടന്നു. അതിൽ 7 എണ്ണത്തിൽ BJP വിജയിച്ചു. ഇപ്പോൾ ഈ ബാക്കി വന്ന ഒരു സീറ്റും കൂടെ ആയപ്പോഴത്തേക്കും 10 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 8 എണ്ണം BJP സ്വന്തമാക്കിയിരിക്കുന്നു. വെറും 2 എണ്ണത്തിൽ മാത്രമേ SP-ക്ക് അവിടെ ജയിക്കാൻ സാധിച്ചുള്ളൂ. അതായത്
ഒരു തൂത്തുവാരൽ തന്നെ BJP ഈ ബൈ ഇലക്ഷനിൽ വരെ UP നടത്തിയിരിക്കുന്നു. യോഗിയുടെ ആ ഒരു മുന്നേറ്റം അവിടെ വളരെ വ്യക്തമായി കാണാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ്. എന്തായാലും യോഗി എല്ലാ തരത്തിലും പിന്നോട്ടല്ല മുന്നോട്ടാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ വഴിമാറിയിരിക്കുന്നത് ഇപ്പോൾ UP.